ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ്. നീലഗിരിയുടെ റാണി എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ബാക്കിയുള്ള പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ. എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത്? നമ്മൾ കൃഷ്ണഗാഥയിലെ വരികൾ പഠിച്ചു അല്ലേ? അരികെ അകലെ എന്നുള്ളതിൽ അതിലെന്താണ് ഒരമ്മയുടെ വേവലാതികളും അതുപോലെ തന്നെ കാത്തിരിപ്പിൻ്റെ നീറ്റലും നോവും ഒക്കെയാണ് കാണാനുള്ളത്. പക്ഷേ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പാഠഭാഗം ആണ്. നീലഗിരിയുടെ റാണി. ഇരുപുറവും പല വർണ്ണപ്പൂക്കൾ, പൂമ്പാറ്റകളുടെ അകമ്പടി, പാട്ടും കളിയുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി. കിനാവ് കാണുകയാണോ? അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ പാല് നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ, അമ്മയും അച്ഛനും മോനവും ഞാനും. ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം, അമ്മയാണ് നിർദ്ദേശിച്ചത്. എന്തു വണ്ടി? മോൻ ഇടക്ക് കയറി ചോദിച്ചു. നീലഗിരി മൗണ്ട് റെയിൽവേ, തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ്. 1908 പണി പൂർത്തിയാക്കിയതാണ് ഈ പാത. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകാനായി നിർമ്മിച്ചതാണ്. ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീവണ്ടി പാത മണിക്കൂറിൽ 15 കിലോമീറ്ററാണ് പരമാവധി വേഗത, അമ്മ വിശദീകരിച്ചു. വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനവും മുഖം കറുപ്പിച്ചു. ഞങ്ങളില്ല. വേഗതയാണ് യാത്രയുടെ ത്രില്ല്. മണിക്കൂറിൽ 10-600 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത്. ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ 15 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ? ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാവിലെ 7:10 മേട്ടുപാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുക. 4 കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി. കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല. കമ്പാർട്ട്മെന്റുകളാവട്ടെ തീരെ ചെറുതും, 56 സീറ്റ് മാത്രം. ടോയ്ലറ്റ് പോലുമില്ല. എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും. പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്, പല പല ഭാഷകൾ സംസാരിക്കുന്നവർ. അവർക്കൊന്നും വേറെ പണിയില്ലേ? പല പല ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്തു നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത്? അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ഇതാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു പോകുന്ന വഴിയാണ്. അവൻ തലകുലുക്കി ചിരിച്ചു. ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു. D1 കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ. ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാനും മോനുവും ചേർന്നിരുന്നു. കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു. വളരെ പതുക്കെയാണ് യാത്ര. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ. മോന് തന്റെ പ്രതിഷേധം അറിയിച്ചു. അമ്മ അപ്പോഴും ചിരിച്ചതേ ഉള്ളൂ. ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ. അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട്. കൂ 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 തീവണ്ടി. കൂകി നടക്കും തീവണ്ടി. മോന് അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി. ഞാനും കൂടെ കൂടി. അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി, കല്ലാർ. അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഇത് നാരോ ഗേജ് പാതയാണ്, അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത, അച്ഛൻ വിശദീകരിച്ചു. ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാലങ്ങൾ മാത്രം പോരെ. പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക്. വണ്ടിയിൽ പൽചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലോ വണ്ടിക്ക് മല കയറാനാവും. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി. ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി. വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ്. അമ്മേ, ഇത് നോക്കൂ. കൂറ്റൻ മരങ്ങളിലൂടെ ചാഞ്ഞു നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോന് അമ്മയെ തോണ്ടി വിളിച്ചു. എന്നിട്ടും പുറത്തു നിന്ന് കണ്ണെടുക്കാനായില്ല. എനിക്കും പുറത്തു നിന്ന് കണ്ണെടുക്കാനായില്ല. മരങ്ങൾക്കിടയിലൂടെ ഓടി പറയുന്ന മുയലുകൾ, പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ പാടുന്ന പാട്ടിനോടൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ. ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു. അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു. എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത്! ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല.
കണ്ടിട്ടേയില്ലായിരുന്നു. കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര. ഇപ്പോൾ നാം പോകുന്നത് 100ാമത്തെ പാലത്തിലൂടെയാണ്. ഞാൻ എണ്ണിയിരുന്നു. മോന് അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു. തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവനു നേരെ കൈനീട്ടി. ഹാൻഡ്രിഡ് ബ്രിഡ്ജസ്. അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി. ഈ പാതയിലാകെ 250 പാലങ്ങളുണ്ടത്രേ. 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര. അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. കാട്ടാന ശല്യമാണ് കാരണം. ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറക്കുന്നത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി. പലപ്പോഴും തീവണ്ടി യാത്രയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട്. തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ്. അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ? ഇവിടെ എല്ലാം വളരെ സാവധാനമാണ്, വളരെ ശാന്തവും. ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമീഡ് സ്റ്റേഷനാണ്. തെളിഞ്ഞ അരുവി, പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചെരുവ്, തലയിൽ മഞ്ഞുകിരീടം ചൂടിയ മല. അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി. പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി. മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു. ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി. കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു. കൂനൂരിലെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു. ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി. അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത്. അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത്. മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. കയറ്റവും കുറവാണ്. ഏതെല്ലാമോ സിനിമകളിൽ കണ്ട് പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി. ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഇരുപുറവും ചേർന്നു നിന്നു. അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തി തോളിലിട്ട കമ്പിളിപ്പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി. അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി. ഇതാണ് തന്നിട്ടുള്ള പാഠഭാഗം. അപ്പോൾ ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത്, ഊട്ടിയിലെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള, വളരെ കാഴ്ച, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു യാത്ര തന്നെയാണ്. പക്ഷേ ഈ തീവണ്ടി നമുക്ക് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ യാത്ര ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. മോന് ഇങ്ങനെ പറയാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി എന്ന് മോന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? മോനും കുടുംബവും കയറിയ തീവണ്ടി വളരെ പതുക്കെ പോവുകയായിരുന്നു. അതിനാൽ മോനുവിന് ആ തീവണ്ടി കാറ്റത്തിട്ട അമ്മി പോലെയായി തോന്നി. വണ്ടിയുടെ വേഗം കുറവായതിനാലാണ് മോനു ഇങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖം ഉയർത്തി. എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത്? എന്തുകൊണ്ടായിരുന്നു? തീവണ്ടി യാത്ര തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ ആ യാത്ര ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ യാത്രക്കിടെ അവർക്കത് വളരെ ഇഷ്ടമായി. അവസാനം ഇറങ്ങുമ്പോൾ ആ സുന്ദരമായ യാത്ര അമ്മയെ നന്ദിയോടെ നോക്കാൻ അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവർ ചമ്മലോടെ അമ്മയെ നോക്കിയത്. അടുത്ത ചോദ്യം, നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ. നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള ഒരു യാത്രയെ കുറിച്ചിട്ട് ചെറിയ വിവരണം നിങ്ങൾ എഴുതി നോക്കുക. ഇനി ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ പ്രകൃതി ദൃശ്യങ്ങളുടെ വൈവിധ്യം, പൂമ്പാറ്റകൾ, കുരങ്ങന്മാര്, മഞ്ഞ്, കുന്നുകൾ, പുഴകൾ തുടങ്ങി പ്രകൃതിയുടെ ചാരുതയെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. തീവണ്ടിയുടെ പ്രത്യേകതകൾ അഥവാ പതുക്കെ പോകുന്ന പൈതൃക തീവണ്ടിയുടെ രസവും അതിൻ്റെ പ്രത്യേക സാങ്കേതികതകളും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. അതുപോലെ കുടുംബ ബന്ധം, അമ്മയും അച്ഛനും ചേർന്ന് നടത്തിയ യാത്ര കുട്ടികൾക്ക് സന്തോഷവും അറിവും നൽകുന്നു എന്നുള്ളതും വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നു. വിദേശികൾ വരെ ഈ യാത്രയിൽ പങ്കെടുത്തത് കുട്ടികളെ അത്ഭുതപ്പെടുത്തി. ഭാഷയിലെ സുന്ദരം, പാഠഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മനോഹരവും ചിന്തിപ്പിക്കുന്നതുമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി ഈ പാഠഭാഗം, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തേതാണ് ഇനിയും മുന്നോട്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.